എൻ്റേതൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്യാറില്ല. കുറേ വർഷങ്ങളായിട്ട് ഒരേ ഒരു പ്രോഡക്റ്റാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റി ഒരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഇത്. നാൽപ്പാമരാതി കേരം. ഇത് ഏത് ആയുർവേദ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും. ഔഷധി, കോട്ടയ്ക്കൽ എല്ലാ ബ്രാൻഡിനും നാൽപ്പാമരാതി കേരം ഉണ്ട്. ആൻഡ് ഞാൻ പല ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്യാറുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടാറുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാൽപ്പാമരാതി കേരം മാത്രമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുങ്കുമാതി തൈലം ഈ ഒരു പ്രോഡക്റ്റ് കൂടി യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത് രണ്ടും മേടിച്ചിട്ട് ഇത് മിക്സ് ചെയ്യും. ഈ ഒരു ബോട്ടിൽ മിക്സ് ചെയ്ത് വെക്കും. ആൻഡ് വീക്കിലി ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണ മാക്സിമം അത്രമാത്രം യൂസ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയും. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ ഒരു നാൽപ്പാമരാതി കേരത്തിന് 220 റുപ്പീസാണ്. ആൻഡ് കുങ്കുമാതി തൈലം കുറച്ച് എക്സ്പെൻസീവ് ആണ്. 10 ml തന്നെ 100 റുപ്പീസ് കൊടുക്കണം. സോ ഈ ഒരു പ്രൊഡക്റ്റാണ് എന്നെ എൻ്റെ സ്കിൻ ടോൺ ഇത്രയധികം മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഡേ ടൈമിൽ യൂസ് ചെയ്യരുത്. ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ടാൻ അടിക്കാനും നല്ല ഡള്ളാവാനും ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഓയിലിൻ്റെ ഓക്സിഡേഷൻ ഡേ ടൈമിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ വൈകിട്ട് കുളിക്കുന്ന സമയത്ത് ഈ ഒരു ഓയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഓയിലി സ്കിന്നാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ മുഖക്കുരു അല്ലെങ്കിൽ ആക്നേസ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഈവൻ കോമ്പിനേഷൻ ഓർ നോർമൽ സ്കിൻ ആണെങ്കിൽ തന്നെ നിങ്ങളത് 15 മിനിറ്റ്സ് മാത്രം മുഖത്ത് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം, നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിനൊരു യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ട്. അത് നമ്മുടെ ക്ലോത്ത്സിലും ബെഡ്ഷീറ്റിലും ഒക്കെ ആവും. സോ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തണം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ. ഈ ഒരു ഓയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി ഒരു 2-3 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ യൂസേജ് ഒക്കെ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, മൊബൈലിനാണെങ്കിലും ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കുന്നതായിട്ട്, ഈവൻ കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ. സോ എപ്പോഴും നമ്മൾ നൈറ്റ് ടൈമിൽ ഈ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഒരുപാട് ഹാർഷ് ലൈറ്റിലൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല, നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഓൾ ഓവർ ദ ബോഡി ഇത് യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്നുള്ളത്. നമ്മൾ എപ്പോൾ പുറത്ത് പോയാലും ഒരു നല്ല എമൗണ്ട് ഓഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യാനും അത് ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിൽ റീഅപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു സ്കിൻ ടോൺ ബെറ്റർ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പണ്ട് എൻ്റെ സ്കിൻ ടോൺ അത്ര ഡള്ളായിട്ടിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് തന്നെയാണ്. സോ ഒരിക്കലും നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. എല്ലാ ബ്യൂട്ടി പാർലറിലും മിക്കവാറും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുക. ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. അത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിലും അത് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നന്നായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൂടുതലും ആയുർവേദിക് അല്ലെങ്കിൽ ഹോം റെമഡീസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ഒരു ഏർലി ലൈഫിൽ, ലൈക്ക് ഒരു 18 to 22 ആ ഒരു ഏജിൽ ബ്യൂട്ടി പാർലറിൽ പോയി ക്ലീനപ്പും ഫേഷ്യലൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അത് ചെയ്തത് എൻ്റെ ഫേസിനെ ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോഴ്സ് വരാനും ആക്നേസ് വരാനും ഒക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എപ്പോഴൊക്കെ ഹോം റെമഡീസിലേക്ക് സ്വിച്ച് ചെയ്തോ അപ്പോഴാണ് എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ തുടങ്ങിയത്. നമ്മൾ ഒരിക്കൽ ഈ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു ലൂപ്പിൽ അകപ്പെട്ട പോലെ ആയിരിക്കും. നമുക്ക് പിന്നീട് അവിടെ പോവാതിരുന്ന ഒരു കോൺഫിഡൻസ് കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 35 ഏജ് വരെ എങ്കിലും നിങ്ങൾ ഹോം റെമഡീസിനെയും ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക.
നിങ്ങൾ പുറമേ നിങ്ങളുടെ സ്കിൻ എത്രമാത്രം സംരക്ഷിക്കുന്നോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് ഉള്ളിൽ കഴിക്കുന്നു എന്നുള്ളത്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള മസാല ഫുഡ്സൊക്കെ നിങ്ങളുടെ സ്കിന്നിന് ദോഷകരമായിട്ട് ബാധിക്കും. ധാരാളം വെള്ളം കുടിക്കുക ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. തീരെ ഓയിലി ഫുഡ് യൂസ് ചെയ്യരുതെന്നല്ല, എന്നാലും നിങ്ങൾ ഒരുപാട് ഓയിലി ഫുഡും മസാല ഫുഡും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാം. നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഡയറ്റിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നല്ല ഉറക്കം ലഭിക്കുക എന്നുള്ളത്. ഒരു ദിവസം മിനിമം 8 hours എങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് റെജുവിനേറ്റ് ആവാനും ഈ ഒരു 8 hours ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. എൻ്റെ സ്കിൻ മെച്ചപ്പെടുത്താൻ ഞാൻ ഫോളോ ചെയ്ത എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.